ശ്രീ പി ആർ ശിവശങ്കർ, നിലമ്പൂരിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അധികമൊന്നും വരുന്നില്ല, അങ്ങനെ ഒരു വലിയ തെരഞ്ഞെടുപ്പായി BJP അതിനെ കാണുന്നില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നേതാക്കളായി വരുന്നവർ നടത്തുന്ന പ്രതികരണം, ഇന്നിപ്പോൾ സുരേഷ് ഗോപി നടത്തിയിരിക്കുന്ന പ്രതികരണം കേരളത്തിൽ കിട്ടേണ്ടത് കിട്ടാതാക്കുന്ന ഭരണമെന്നാണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? കിട്ടാതാക്കുന്ന ഭരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തോ ഒരു ഔദാര്യം പ്രതീക്ഷിച്ച് കേരളം അവിടെ കാൽച്ചുവട്ടിൽ ചെന്ന് നിൽക്കണമെന്നാണോ? സ്മൃതി, അങ്ങനെയൊന്നും ആ വാക്കുകളെ വളച്ചൊടിക്കേണ്ട കാര്യമില്ല. അത് കേന്ദ്ര ഭരണ ധാരാളം കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ല എന്ന് തന്നെയാണ്. അത് നീണ്ട ചർച്ചകൾ നമ്മൾ പലകുറി നടത്തുക തന്നെയാണ്, ഫിനാൻസിൻ്റെ കാര്യത്തിലായാലും ബാക്കി പല കാര്യത്തിലായാലും. നോക്കൂ, ഇവിടെ ഞാൻ ചർച്ചയുടെ ആദ്യ ഭാഗം തന്നെ ഇവിടെ പല പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും മുഖ്യധാര മാധ്യമങ്ങളും പറയുന്ന കാര്യങ്ങൾ വെറും പെരിഫറലാണ്, അല്ലെങ്കിൽ ബാഹ്യമായ കാര്യങ്ങളാണ്. ഇവിടെ തന്നെ ചർച്ച നോക്കൂ, ഗണേശൻ്റെ ഫോട്ടോ അവിടെ വെച്ചതോ പ്രതിപക്ഷ നേതാവിനെ മാറ്റണമോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ ആ അസംബ്ലിയിലെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ നടക്കുന്ന ഒരു പ്രശ്നം, ഇപ്പം മലപ്പുറം ജില്ലയെ ആരാണ് സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യങ്ങൾ വളരെ ഉയർത്തിക്കൊണ്ട് SK സജീഷ് ചോദിച്ചിരുന്നു. മലപ്പുറം ജില്ലയെ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ സൃഷ്ടിച്ചത് അവരാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം തന്നെ പറഞ്ഞ വളച്ചൊടിക്കാത്ത ചില കാര്യങ്ങൾ കൂടി അതിൽ ചർച്ച ചെയ്യേണ്ടതല്ലേ. മലപ്പുറം ജില്ലയിലെ ദളിത് പിന്നോക്ക വിഭാഗം അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ചിട്ട് കുറച്ച് നാൾ മുൻപ് SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് സംസ്ഥാനത്തെ ഭരണകൂടവും പ്രതിപക്ഷവും എടുത്തത്? അവിടെ ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രം അവിടെ ഏതാണ്ട് 100 അതേത് വിഭാഗമാണത്? ദളിത് വിഭാഗത്തിൽപ്പെടുന്നതാണോ ഈഴ വിഭാഗം? മുന്നോക്ക വിഭാഗമാണോ? ഈഴ വിഭാഗം ദളിത് പിന്നോക്കല്ലേ? അല്ല, ഞാൻ കണക്ക് പറയാം. അല്ല, ഞാൻ പിന്നോക്ക വിഭാഗം അല്ലേന്നാ ചോദിച്ചു. അല്ല, ഞാൻ കണക്ക് പറയട്ടെ സ്മൃതി, ഇത്രയേറെ വാശി പിടിക്കണമെന്നില്ല. പിന്നോക്ക വിഭാഗം കൂടിയാണല്ലോ, വിഷമമുണ്ടാവുമെന്ന് എനിക്കറിയാം. ഏതായാലും 100 എയ്ഡഡ് സ്കൂളുകളുള്ള സ്ഥലത്ത് SNDPക്ക് ഒരു സ്കൂളില്ല എന്ന കണക്ക് സ്മൃതിക്ക് അറിയാമോ? പെരിന്തൽമണ്ണയിൽ ഒരു സ്വാശ്രയ കോളേജ് മാത്രമാണുള്ളത്. കേരളത്തിൽ തന്നെ, അത് മലപ്പുറത്ത് മാത്രമല്ലോ, കേരളത്തിൽ തന്നെ 7227 എയ്ഡഡ് സ്കൂളുകളെടുത്ത് 37 സ്കൂളാണ് ഈ SNDP വിഭാഗത്തിനുള്ളത്. ഇവിടെ മാത്രമല്ല, വയനാട്, മലപ്പുറം, കാസർഗോഡ് എന്നതിൽ SNDPക്ക് ഒരൊറ്റ സ്കൂളില്ല. ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ മലപ്പുറം ജില്ല സൃഷ്ടിച്ചതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയവും, അത് സൃഷ്ടിച്ചതിന് ശേഷം ഒരു പ്രത്യേക വിഭാഗം ഹിന്ദു സമൂഹത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ അടക്കമുള്ള എല്ലാവരും അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും അതിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ അതിനെതിരെ പ്രതികരിച്ചത്? എങ്ങനെയാണ് ഇപ്പോഴും സ്മൃതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ അതിനെതിരെ പ്രതികരിക്കുന്നത്? അതിനെതിരെ ശബ്ദം ഉയർത്തുവാനോ അതിനെതിരെ പറയാനോ ഉള്ള ധൈര്യമോ രാഷ്ട്രീയ പ്രബുദ്ധതയോ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങൾക്ക് വേണ്ടുന്ന ബേസിക് ക്വാളിറ്റിയോ ഇവിടെ നിങ്ങൾ കാണിച്ചിരുന്നു. ഒന്നാമത്തെ കാര്യം, ശ്രീ പി ആർ ശിവശങ്കർ, വെള്ളാപ്പള്ളി ആ വർഗീയ പ്രസംഗം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ SNDP യോഗം അവിടെ സ്കൂളുകൾ തുടങ്ങാനൊക്കെ എത്ര ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അവിടെ ഭൂമി കൊടുത്തിട്ടും അത് മര്യാദയ്ക്ക് നടത്താത്തതിന്റെ ചിത്രം പുറത്തു വന്നതാണ്. തെക്കുള്ളതുപോലുള്ള സ്വാധീനം ഈ വെള്ളാപ്പള്ളി നടേശന് വടക്കോട്ടേക്ക് അത്ര ഇല്ല എന്നുള്ള കാര്യവും വ്യക്തമാണ്. അപ്പോൾ ഒരു വർഗീയ പ്രസംഗം നടത്തി അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹം നടത്തിയ ഒരു ശ്രമമാണ് അവിടെ കണ്ടത്. ഇനി ഈ താങ്കൾ ഈ പറയുന്ന വിഷയമുണ്ടല്ലോ, ഇതല്ലല്ലോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് വികസനം ചർച്ചയാകുമെന്നാണ്. വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് അവിടെ നടത്തിയ വർഗീയ പ്രസംഗമാണ് അവിടെ വോട്ടാവുക എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണ് മുന്നോട്ട് വയ്ക്കുന്നത്? സാമാന്യ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസത്തിലൂടെയാണ് വികസനം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത, ആലോചനാശക്തി ഇല്ലാത്ത വികസനത്തിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇന്ന് ഈ കേരളത്തിലും മാധ്യമ മേഖലയിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം അടിസ്ഥാനമാണ് വികസനത്തിനും. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ തന്നെയും അത് കേരളത്തിലായാലും അടിച്ചമർത്തപ്പെട്ട ശിവശങ്കർ, ഏത് മേഖലയാണ് വിദ്യാഭ്യാസക്കുറവ് താങ്കൾ കാണുന്നത്? ഞാനൊന്ന് ഒരു ഇത്രയേറെ ചോദ്യങ്ങൾ പറഞ്ഞ വാചകമാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ പറയുന്നത് വിദ്യാഭ്യാസമില്ലായ്മയാണ് മാധ്യമ മേഖലയിൽ നിന്ന് പറഞ്ഞു കേട്ടു. താങ്കൾ അറിയാതെ പറഞ്ഞു പോയതാണെങ്കിൽ അതൊന്ന് വിശദീകരിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ല, ഞാൻ സമ്മതിച്ചു, വിശദീകരണം ഞാൻ തരാം, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, അതിനാണല്ലോ വന്നേക്കുന്നത്. പക്ഷേ 4ാമത്തെ ഊഴമാണ് എനിക്ക് കിട്ടിയത്. സന്തോഷം, അതെങ്കിലും തന്നല്ലോ. 4ാമത്തെ ഊഴത്തിൽ ഞാൻ ഒരു വാചകമെങ്കിലും മുഴുവിപ്പിക്കാൻ സ്മൃതി സമ്മതിച്ചോ?
ഒരു വാചകമെങ്കിലും മറ്റുള്ളവരോട് അത്ര ഉണ്ടായിരുന്നോ? ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ നെറികേടല്ലേ ഈ കേരളത്തിൽ നിന്ന് ചർച്ച ചെയ്യേണ്ടത്? ഞങ്ങൾ പറയുമ്പോൾ, അത് പ്രത്യേകിച്ച് ദളിത് പിന്നോക്ക വിഭാഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ എന്താണ് ഇത്ര ഒരു അസ്പൃശ്യത? ഞങ്ങൾ കാര്യങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വാക്കുകളെ നിങ്ങൾ എന്തിനാ ഇത്ര ഭയക്കണേ? ഈ കണക്ക് കേട്ടിട്ടാണെങ്കിൽ അത് പറയൂ. അതുകൊണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ സ്മൃതി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറഞ്ഞു കഴിഞ്ഞാൽ ആ വാചകം പൂർത്തീകരിക്കാൻ പറ്റും? സാമാന്യ മാന്യതയെങ്കിലും കാണിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു വിഭാഗത്തിന് അത്തരം അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ പറ്റുന്നില്ല. അത് അവിടെ ആ പ്രത്യേക സമുദായത്തിലെ ആചാര്യന് അവിടെ സ്വാധീനമില്ലാത്തത് കൊണ്ടാണ്. എന്താ, സ്വാധീനമുള്ളവർ നടത്തായിരുന്നില്ലേ? നിങ്ങൾക്ക് നടത്തായിരുന്നില്ലേ? എന്തുകൊണ്ട് അവിടെ എട്ടെടുത്തപ്പോൾ നടത്താൻ പറ്റിയില്ല? എന്തിന് സംസ്ഥാന കോളേജുകൾക്കും മറ്റുള്ള സ്കൂളുകൾക്കും നടത്തായിരുന്നില്ലേ? Debate with Smriti Parithikar.